ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന നേരത്തെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒടിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ട പ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകാലച്ച കൂട്ടിക്കല്ല. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛനുണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനൊരു അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. ആന്റി, ഞാൻ സോപ്പ് എടുക്കട്ടെ? പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണു. അത് നിന്നല്ലേടാ, എന്നെയാ. അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, മുടിയില്ലാത്തതാ, വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല, കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മടെ മുട്ടല്ലേ, അപ്പന്റെ വെളുത്ത മുട്ട. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പന് നോ യോജിയും നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിന്നില്ല. കെട്ടിപ്പിടിച്ചിരുന്നു. ഓ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ. അതെ, നിക്ക് ഇപ്പൊ സമയത്രയായി. കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം നാട്ടുകാർക്ക് സ്കാനിങ്ങിനും എക്സ്റേക്ക് കൊടുക്കാനേ കാണൂ. മൂക്കിലൊരു കണ്ണട വെച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഒരു പെണ്ണും ഇന്ദിരാഗാന്ധി ആയിട്ടില്ല. കണ്ണുരുട്ടി പിടിപ്പിക്കാതെ പോയി അറ്റൻഡൻസിൽ ഒപ്പറി. പേടിച്ചു പോയി പാവോ. വെൽട്ടൻ ആദിത്യവർമ്മ. വെൽട്ടൻ. പേരാദിത്യവർമ്മ, രാജരക്തത്തിൽ ജനനം, എന്റെ കൈകൊണ്ട് മരണം. ആദിത്യവർമ്മ. യെസ്. അപ്പനാ. അപ്പനെന്താ ഇരുട്ടത്ത്? എന്ത് പേടിച്ചോ? അല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടുക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ 2 അടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. ചേട്ടന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. എന്തത്? എന്റെ തന്നോട് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാനല്ലേ? എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല. ചേച്ചി, കളർ ഫോട്ടോ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എന്താ ഇഷ്ടായില്ലേ? ചേട്ടനത് ഇഷ്ടപ്പെടില്ലേ ചേച്ചി? കളറാകുമ്പോ ചേട്ടന്റെ കറുപ്പ് എല്ലാരും തിരിച്ചറിയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ഏത് കരിമാരക്കുട്ടിയും വെളുത്തേ ഇരിക്കുള്ളൂ. സൂത്രം മനസ്സിലായി. സ്വന്തം കറുപ്പിന്റെ കോംപ്ലക്സ് ആണെങ്കിൽ അതും പറഞ്ഞാ പോരെ. വെറുതെ എന്നെ നശിപ്പിക്കാൻ വരുന്നേ. അതേടാ, ആന്റണി കറമന കാക്കയുടെ കറുപ്പ്. നിനക്കറിയോ കറുപ്പിന് 7 അഴകാ? അത് ശരിയാ, ബാക്കി 93 അഴകും വെളുപ്പിനാ. പിന്നെ ഈ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം കളർ ഫോട്ടോ എടുത്തേ. അയ്യോ, മോനൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുമോനെ. അത് വേണ്ട, ഇതായിപ്പോ നന്നായത്. മരിച്ചുപോയ ആളല്ലേ, മരിച്ചുപോയ ആളുടെ ഫോട്ടോ ആർക്കെങ്കിലും വേണോ? ചേട്ടന് വിളിക്കാൻ ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞിരിക്കേ. എന്ത് സൂത്രപ്പണി? വെളുപ്പിന് 4 മണിക്ക് മുറ്റത്തിറങ്ങി നിന്നാ മതി. അപ്പൊ നേരം വിളിത്തോളും. ചേട്ടാ, എനിക്ക് കർമ്മന്മാരെ വെച്ച ഇഷ്ടമാണ്. ശവം പാറ പോലെ ഇരിക്കുന്ന കൈ. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ, പൊട്ടനാ? എന്തത്? ആനൂട്ടോ? ലക്ഷ്മി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരുന്നേ. ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്.
ഇതിനാരാടെ ഇരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും. ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദ്യ ഓ 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? ഉം? കൊടുക്കാം, കൊടുക്കണം, ഉം. കൊടുക്കുന്നുണ്ട്. ഏ? നമ്മുടെ കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, എങ്ങനെയാ പല തറവാടുകളും നശിച്ചു.